പഴയകാല ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മുസ്ലിങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിൽ സ്വാധീനം നേടിയത് അവരുടെ സാമ്പത്തികമായ സ്രോതസ്സിന്റെ ആധിക്യം കൊണ്ടായിരുന്നില്ല. ശരീരത്തിന്റെ ഷെയ്പ്പും അവർക്ക് ഉണ്ടായിരുന്ന സൗകര്യങ്ങളുടെ വർധനവും കൊണ്ടായിരുന്നില്ല മുസ്ലിം സമൂഹത്തിന് വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ ലഭിച്ചിരുന്നത്. ഒരൊറ്റ മുസ്ലിമും ഇല്ലാത്ത ഒരു രാഷ്ട്രത്തിലേക്ക് യഥാർത്ഥ മുസ്ലിങ്ങളായ മഹാരഥന്മാർ കടന്നു വന്നപ്പോൾ ആരെയും ക്ഷണിക്കാതെ അവരെ കണ്ടുപഠിച്ച് അവരുടെ പിന്നാലെ രാവും പകലും തപസ്സിരുന്ന് മനസ്സ് വിശാലമായി തുറന്നു വച്ച് അവരുടെ മാർഗത്തിലേക്ക് അവർ പറയാതെ വിളിക്കാതെ ചെന്നു ചേർന്നത് ആ നഷ്ടപ്പെട്ടുപോയ മഹത്തായ സൗന്ദര്യം ദർശിച്ചതിലൂടെ മാത്രമായിരുന്നു. ഇന്നത് വിശദീകരിക്കുമ്പോൾ നമുക്ക് ദുഃഖകരമാണ്. ഇനി അത് മടങ്ങി വരുമോ എന്നത് നമ്മളെല്ലാവരും ആശങ്കയോടെ കാണുന്ന ഒരു വിഷയമാണ്. എന്നിരുന്നാലും നമ്മൾ ഓരോരുത്തരും അവനവന്റെ കുടുംബങ്ങളിൽ ശ്രമിക്കുകയാണെങ്കിൽ, കൂട്ടുകാരിലും ബന്ധങ്ങളിലും ബന്ധപ്പെടുന്ന മേഖലകളിലും ആ വലിയ സൗന്ദര്യത്തെ ജീവിതത്തിൽ സന്നിവേശിപ്പിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് എല്ലാ മനുഷ്യർക്കും സമാധാനം ചൊരിയാനും സ്നേഹം ചൊരിയാനും നമുക്ക് കഴിയും. ആദരവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് നടത്തിയ ഏറ്റവും വലിയ പരിവർത്തനവും അത് തന്നെയായിരുന്നു. എന്താണ് ആ പ്രവിശാലമായ സൗന്ദര്യം? മുസ്ലിങ്ങളിൽ നിന്ന് എപ്പോഴും വാസനിച്ചിരുന്ന, അടിച്ചു വീശിയിരുന്ന, അവർക്കൊരു നല്ല പേര്, നമ്മുടെ നാട്ടിലൊക്കെ വലിയ ബഹുമാനത്തിന്റെ പേരായിരുന്നു മാപ്പിള എന്ന പേര്. അതിന്റെ അസുല് പറയുമ്പോ മഹാപിള്ള എന്ന് പറയും. അർത്ഥം ബഹുമാനിക്കപ്പെടുന്നവൻ എന്നാണ്. എന്താണ് ഈ വലിയ പേര് ലഭിക്കാനുള്ള കാരണം? നമ്മുടെ ആരുടെയെങ്കിലും പേരിന്റെ തലഭാഗത്തോ അവസാന ഭാഗത്തോ അങ്ങനെ ഒരു അഡ്രസ് ഇല്ല. നമ്മളെ കുടുംബത്തിൽ മുൻകാലത്ത് കഴിഞ്ഞുപോയ ഉപ്പാപ്പമാരിലോ ഉമ്മാമ്മമാരിലോ അവരെ മേൽവിലാസങ്ങളിൽ എവിടെയെങ്കിലും ഇങ്ങനൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ജനങ്ങൾ നൽകിയ ഒരു സൽപ്പേരായിരുന്നു. എന്താണ് അതിന്റെ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞ ആ സൗന്ദര്യം അന്നത്തെ ആളുകളിൽ പൂർണാർത്ഥത്തിൽ ഉള്ള രൂപത്തിൽ തന്നെ മറ്റുള്ളവർ ആസ്വദിച്ചിരുന്നു. അതാണ് സഹോദരങ്ങളെ, മുസ്ലിങ്ങളിൽ നിന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഭയപ്പെടുന്ന മുസ്ലിമിന്റെ സൽസ്വഭാവം. ആ സൽസ്വഭാവത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം നമ്മളൊക്കെ കണ്ടിരുന്നത്, നമ്മുടെ കുട്ടിക്കാലത്തുള്ള ഉപ്പാപ്പമാരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്, നല്ല അച്ചടക്ക ബോധത്തോടെ, വശ്യമായ പെരുമാറ്റത്തോടെ, ബഹുമാനിക്കേണ്ട തലങ്ങളെ മുഴുവനും ബഹുമാനിച്ച്, വിട്ടുവീഴ്ച നൽകേണ്ട തലങ്ങളിൽ മുഴുവനും വിട്ടുവീഴ്ച ചെയ്ത്, നല്ല സ്നേഹമുള്ള, സാഹോദര്യമുള്ള, നല്ല അദബുള്ള ഒരു മുസ്ലിമിനെയായിരുന്നു നമ്മളൊക്കെ കണ്ടിരുന്നത്. എവിടെയാണ് ആ അദബ് എന്നുള്ളത്? അതിന്റെ ഒരൊറ്റ കുറവാണ് നമുക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അദബ്. അള്ളാഹു നമ്മിലും നമ്മുടെ മക്കളിലും സന്താന പരമ്പരകളിലും ശിഷ്യ പരമ്പരകളിലും അദബെന്ന് പറയുന്ന മഹത്തായ ആശയം നിലനിർത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ പഠിപ്പിച്ചത് ആ അദബ് എന്നുള്ള ആശയമാണ്. അവിടുന്ന് പറഞ്ഞു, അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി
എനിക്ക് അദബ് പഠിപ്പിച്ചത് എന്റെ റബ്ബാണ്. ആ അദബ് ഏറ്റവും നല്ല അർത്ഥത്തിലും നല്ല രൂപത്തിലും അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര കുടില മനസ്കതയുള്ളവർ വന്നാലും, എത്ര കാപ്പട്യം നിറഞ്ഞവർ വന്നാലും, എത്ര മൂർച്ചയുള്ള സ്വഭാവക്കാര് പ്രത്യാക്രമണത്തിന്റെ മനോഭാവത്തോടെ വന്നാലും, അവിടുത്തെ അവശ്യമായ പെരുമാറ്റത്തിന്റെയും മതബിന്റെയും പിന്നിൽ അവരുടെ കരിവാളിച്ച, അവരുടെ മൂർഖൻ പാമ്പിനേക്കാൾ മൂർച്ചയുള്ള മനോതലങ്ങൾ മുഴുവനും ചോർന്നുപോയി, ഒലിച്ചുപോയി, ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും സ്വീകാര്യതയുടെയും മനസ്സുമായി സെക്കൻഡുകളെ കൊണ്ടല്ലേ അത്തരത്തിലുള്ള ആളുകൾക്ക് മനം മാറ്റം വരുന്നത്. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. കാരണമില്ലാതെ തന്നെ വന്ന് തങ്ങളോട് തർക്കിക്കുന്നവരോടും അവിടുന്ന് സ്വീകരിച്ചൊരു പെരുമാറ്റമുണ്ട്. ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി തന്നെ ശ്രമിച്ചു വന്നവരോടും അവിടുന്ന് പെരുമാറിയ ഒരു പെരുമാറ്റമുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മിൽ അതസ്തമിച്ചു പോയിട്ടുണ്ട്. അകാരണമായിട്ട് ദേഷ്യം പിടിപ്പിക്കാൻ ആര് വന്നാലും, ദേഷ്യം പിടിപ്പിക്കാൻ വന്നവരെ തിരുത്തിയിട്ട് ഇനി മേലാൽ ഞാൻ ഇവനോട് ദേഷ്യം പിടിക്കാനില്ല എന്ന് പറയുന്ന തരത്തിൽ സ്വഹാബിമാർ അവരുടെ ശിഷ്യന്മാരെയും, താബിയുകൾ അവരുടെ ശിഷ്യന്മാരെയും, തബഉ താബിയുകൾ അവരുടെ ശിഷ്യന്മാരെയും പരിവർത്തിപ്പിച്ചു. ആ ഒരു സ്വഭാവത്തിന് എപ്പോഴും സ്വീകാര്യതയുണ്ടായിരുന്നു. ഏറ്റവും നല്ല മൂല്യമുള്ള ഖനമുള്ള ഒന്നല്ലേ സൽസ്വഭാവം. നാളെ മീസാനിൽ തൂക്കപ്പെടുമ്പോഴും അസ്ഖലു മാ യൂളഉ ഫിൽ മീസാൻ, മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്നത് ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. എവിടെയാണ് നമ്മിൽ ഈ സ്വഭാവമുണ്ടോ നിങ്ങൾ നോക്ക്. പുറംപൂച്ചുകളായി നടന്നതുകൊണ്ട് കാര്യമായി ഒന്നും കിട്ടാനില്ല. സ്വഭാവത്തിന്റെ അടിവേര് കിടക്കുന്നത് ഹൃദയത്തിലാണ്. ഹൃദയത്തിലാണ് ആ സ്വഭാവത്തിന്റെ കുളിർക്കാറ്റ് കുമിഞ്ഞു കിടക്കേണ്ടത്. അവിടുന്ന് വശ്യമായി പുറത്തേക്ക് ഒഴുകേണ്ട തലങ്ങളിൽ ഒഴുകേണ്ടതുണ്ട്. ദുസ്വഭാവിയാണ് മുന്നിൽ വന്നതെങ്കിലും അയാളെ കൂടുതൽ ദുസ്വഭാവിയാക്കാതെ സൽസ്വഭാവിയാക്കാൻ നമുക്ക് കഴിയണ്ടേ? ദുസ്വഭാവിയെ വിമർശിച്ചത് കൊണ്ട് അയാൾ സൽസ്വഭാവിയായി മാറുമോ? ഇല്ലല്ലോ. ദുസ്വഭാവ ചിന്തത്തോടെ തങ്ങളുടെ മുന്നിൽ വന്നവരെയും തിരുത്തിയിട്ട് സൽസ്വഭാവിയാക്കി അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ, ഒരു സ്വഹാബി, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന് ഇടയിൽ വെച്ച് ഒരിക്കലും മറ്റാരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഒരു സമ്മതം ചോദിച്ചത് കാണാം ഹദീസിൽ. യാ റസൂലല്ലാഹ് ഇദ്ൻ ലീ ഫിസ്സിനാ, അല്ലാഹുവിന്റെ തിരുദൂതരെ, സിനക്കെനിക്ക് സമ്മതം തരുമോ? വേശ്യാവൃത്തി ചെയ്യാൻ എന്നെ അനുവദിക്കുമോ? ഈ ചോദ്യം സദസ്സിൽ നിന്ന് മുഴങ്ങിയതോടെ സ്വഹാബത്ത് എഴുന്നേറ്റു. അവരുടെ മനോതലങ്ങളിൽ ഇതൊരു അപമര്യാദയായി തോന്നിയിട്ടാണ് അവർ എഴുന്നേറ്റത്. അവരെ കുറ്റം പറയാനില്ല. അവർക്ക് പോലും അദബ് പഠിപ്പിച്ച് ലോകത്തിന്റെ നേതാവ് അവരെ ഇരുത്തി. നിങ്ങളെല്ലാവരും ഇരിക്കൂ എന്ന് പറഞ്ഞു ചോദ്യകർത്താവിനടുത്തേക്ക് വിളിച്ചു. നമ്മളോട് അങ്ങനെ ഒരാൾ ചോദിച്ചാൽ നമ്മൾ പകരം കൊടുക്കൽ എന്തായിരിക്കും? നമ്മൾ എന്തായിരിക്കും? നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? ഇതല്ല, ഇത്തരത്തിൽ മറ്റൊരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെയായിരിക്കും നമ്മുടെ പ്രതികരണ ശൈലി? ആ ചോദ്യകർത്താവിനടുത്തേക്ക് വിളിച്ചിട്ട് അടുത്തേക്ക് കൂട്ടിയിട്ട് തങ്ങൾ ചോദിക്കുന്നു, അഫതുഹിബ്ബുഹു ലി ഉമ്മിക, ഓ ചെറുപ്പക്കാരാ, നിന്റെ മാതാവിന് നീ അത് ഇഷ്ടപ്പെടുമോ? നിന്റെ ഉമ്മാനെ ചോദിച്ചു വന്നാ നീ കൊടുത്തേക്കുമോ? ഉടനടി മനസ്സിൽ നിന്ന് അതിന്റെ മറുപടി വന്നു, ലാ, ഇല്ല ഇല്ല, ഞാൻ എന്റെ ഉമ്മാനെ കൊടുക്കില്ല.
അഫതുഹിബ്ബുഹു ലിബിന്തിക, നിന്റെ പുത്രിക്ക് നീ അത് ഇഷ്ടപ്പെടുമോ? മകളെ ചോദിച്ചു വന്നാൽ വിട്ടുകൊടുക്കുമോ? ലാ, ഇല്ല, വിട്ടുകൊടുക്കില്ല. അഫതുഹിബ്ബുഹു ലിഉഖ്തിക, നിന്റെ സഹോദരിക്ക് നീ അത് ഇഷ്ടപ്പെടുമോ? ഇല്ല, ഇല്ല, സഹോദരിക്ക് ഇഷ്ടപ്പെടൂല. അഫതുഹിബ്ബുഹു ലിസൗജതിക, നിന്റെ സഹധർമ്മിണിക്ക് നീ അത് ഇഷ്ടപ്പെടുമോ? മറ്റൊരാൾ വന്നാൽ ചോദിച്ചാൽ കൊടുത്തേക്കുമോ? ലാ, ഇല്ല. അഫതുഹിബ്ബുഹു ലിഅമ്മതിക, നിന്റെ മാതൃ സഹോദരിയെ ചോദിച്ചു വന്നാൽ നീ വിട്ടുകൊടുക്കുമോ? ലാ, ഇല്ല, വിട്ടുകൊടുക്കില്ല. അഫതുഹിബ്ബുഹു ലിഖാലതിക, നിന്റെ പിതൃ സഹോദരിയെ ചോദിച്ചു വന്നാൽ വിട്ടുകൊടുക്കുമോ? ഇല്ല, വിട്ടുകൊടുക്കില്ല. ഇങ്ങനെ ഒരു കുടുംബത്തിന്റെ ഏറ്റവും നല്ല അംഗങ്ങളെ മുഴുവനും എണ്ണി 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 ചോദിച്ചപ്പോ ഇല്ല എന്നൊരു പ്രത്യുത്തരമാണ് ആ മനസ്സിൽ നിന്ന് വന്നത്. അപ്പോൾ തങ്ങൾ പറയുന്നു, കദാലികന്നാസു ലാ യുഹിബ്ബൂനഹു ലി ഉമ്മഹാതിഹിം വലാ ലി ബനാതിഹിം വലാ ലി അഖവാതിഹിം വലാ ലി അമ്മാതിഹിം വലാ ലി ഖാലാതിഹിം. ഇപ്രകാരം തന്നെയല്ലേ മറ്റു ജനങ്ങളും അവരവരുടെ മാതാക്കൾക്കോ അവരുടെ പുത്രിമാർക്കോ അവരുടെ സഹോദരിമാർക്കോ അവരുടെ അമ്മായിമാർക്കോ അവരുടെ എളാമ മുത്തമ്മമാർക്കോ ആർക്കും തന്നെ അവരിത് ഇഷ്ടപ്പെടൂലല്ലോ. മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്തത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് മറ്റൊരാളിൽ വെച്ച് കെട്ടുന്നത് ബുദ്ധിശൂന്യമല്ലയോ? വിമർശിച്ചിട്ടില്ല. നീ ചോദിച്ചത് വളരെ വങ്കത്തരമാണെന്ന് പറഞ്ഞിട്ടില്ല. മേലാൽ ഇങ്ങനെ ചോദിച്ചു വന്നാൽ തലയെടുത്ത് കളയുമെന്ന് പറഞ്ഞിട്ടില്ല. ആ മനസ്സിലേക്ക് ഈ വിശദീകരണം നൽകിയതോടെ ഇല്ല നബിയേ, മേലാൽ ഞാൻ സിനയിലേക്ക് പോകില്ല, ഇനി മേലാൽ വേശ്യാവൃത്തിയിലേക്ക് ഞാൻ തുനിയുകയില്ല. ലോകത്തിന്റെ നേതാവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി ആ ചോദിച്ച ചോദ്യകർത്താവിനെ തങ്ങളെ അണച്ചുകൂട്ടി സ്വീകരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രതികാര ബുദ്ധിയോടെയല്ല ദുസ്വഭാവികളായി തീർക്കുന്ന ആളുകളോട് പെരുമാറേണ്ടത്. അവരെ ദുസ്വഭാവികളാക്കിയത് ഒരുപക്ഷെ അവരുടെ സാഹചര്യത്തിന്റെ സമ്മർദ്ദമായിരിക്കും, അല്ലെങ്കിലോ ഇടപഴകൽ കൊണ്ട് ഉണ്ടായ ദുരിതമായിരിക്കും, അശ്രദ്ധ കൊണ്ട് വന്നുപെട്ടൊരു സൗന്ദര്യമായിരിക്കും, അല്ലെങ്കിലോ മറ്റൊന്നും കിട്ടാത്തത് കൊണ്ട് വാരിപ്പുണർന്നൊരു സ്വഭാവമായിരിക്കും. പലതും ആകാം. അതിനെ പ്രതികൂലമായി പ്രതികരിക്കുന്നതിന് പകരം അനുകൂലമായി സ്വീകരിച്ചവനെ തിരുത്താനാണ് നോക്കേണ്ടത്. തങ്ങൾ അണച്ചുകൂട്ടി പിടിച്ച് ശറഫാക്കപ്പെട്ട അവിടുത്തെ കൈ നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചിട്ട് അവിടുന്ന് ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുമ്മ ഹസ്സിൻ ഫർജഹു വനഖി ഖൽബഹു. അല്ലാഹുവേ, ഈ സഹോദരന്റെ ഹൃദയം നീ ശുദ്ധിയാക്കണം. ഇപ്പോൾ ഇപ്പറഞ്ഞ പ്രതികരണമുണ്ടല്ലോ, ഈ മനസ്ഥിതിയുണ്ടല്ലോ, ഇതിന് നീ കറവരുത്തരുത്. അദ്ദേഹത്തിന്റെ സ്വകാര്യതക്ക് നീ സുരക്ഷിതത്വം നൽകണം. സ്വഹാബത്ത് പറയുന്നു, പിന്നെ നടന്നു പോകുമ്പോൾ പോലും വലത്തോട്ടും ഇടത്തോട്ടും നോക്കുന്ന സ്വഭാവം പോലുമില്ല. ഒരൊറ്റ ചുരുങ്ങിയ സമയം കൊണ്ട് നൽകിയ സംസ്കരണ പ്രവർത്തനം നോക്കൂ. ഇവിടെയാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു പാഠം. നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിൽ ദുസ്വഭാവിയായി മാറിയ ഒരാണ്, ഒരു പെണ്ണ്, അവർക്കുള്ള ട്രീറ്റ്മെന്റ് എന്താണ്? ഏത് ഹോസ്പിറ്റലിലാണ് കൊടുക്കേണ്ടത്? അതിനേറ്റവും കൂടുതൽ കാതലായ വശം അവരെ അംഗീകരിച്ചുകൊണ്ട് തിരുത്താനുള്ള മനസ്ഥിതി നമുക്ക് വേണം. തെറ്റ് ചെയ്തവരോട് നീ മോശക്കാരനാണെന്ന് പറയാൻ എളുപ്പ, അതെല്ലാവർക്കും കഴിയും. നീ മോശക്കാരനാണ്, നീ ദുഷിച്ചവനാണെന്ന് എല്ലാവർക്കും പറയാം. പക്ഷേ ആ തെറ്റ് തിരുത്തിയിട്ട് അയാളെ ഒന്ന് നന്നാക്കാനുള്ള ഒരു കഴിവ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സ്വീകരിക്കേണ്ടത് അതാണ്. അങ്ങനെയാകുമ്പോൾ തെറ്റും കുറ്റം ചെയ്തവര് ഒരു കാലത്ത് അങ്ങനെ സംഭവിച്ചെങ്കിലും മറ്റുള്ളവരുടെ സൽസ്വഭാവം കാരണം അവർ നന്നായി വരും. എത്ര തെറ്റുകാരെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നാക്കിയത്, സ്വഹാബിമാര് നന്നാക്കിയത്, താബിഉകൾ നന്നാക്കിയത്, തബഉ താബിഉകൾ നന്നാക്കിയത്. വശ്യമനോഹരമായ പെരുമാറ്റമല്ലേ അതിനേറ്റവും കാതലായ വശം.
അല്ലാഹുവിലുള്ള തഖ്വ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നതോടെ നാളെ ഒരു മനുഷ്യനെ സ്വർഗത്തിൽ കടത്തുന്ന രണ്ട് കാര്യം തങ്ങൾ പറഞ്ഞപ്പോൾ അക്സറു മാ യുദ്ഖിലുൻ നാസൽ ജന്നത തഖ്വല്ലാഹി വഹുസ്നുൽ ഖുലുഖി. നാളെ മനുഷ്യന്മാരെ അധികവും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് അല്ലാഹുവിലുള്ള ഭക്തിയും സൽസ്വഭാവവുമാണ്. അല്ലാഹുവിലുള്ള ഭക്തിയും സൂക്ഷ്മതയും സൽസ്വഭാവവുമാണ് സ്വർഗത്തിൽ അധികം പ്രവേശിപ്പിക്കുന്ന കാര്യം. അപ്പോൾ സൽസ്വഭാവത്തിൽ ഒരു കുറവും വരരുത്. ആ സൽസ്വഭാവത്തിന്റെ ശീലുകൾ നമ്മിൽ അസ്തമിച്ചതാണ്. സഹോദരങ്ങളെ, നമ്മെ മുഖവിലക്കെടുക്കാതെ, നമ്മെ ബഹുമാനിക്കാതെ, നമ്മളെ തള്ളിക്കളയാനും നമ്മളെ കുറിച്ചുള്ള യഥാർത്ഥ സൗന്ദര്യം നഷ്ടപ്പെട്ടതുകൊണ്ട് കാറ്റിലൂടെ പറന്നു പോകുന്ന പഞ്ഞിക്കഷ്ണങ്ങളെ പോലെ നമ്മെ കരുതാനും കാരണമായത് ഈ സുന്ദരമായ സ്വഭാവത്തിന്റെ കുറവാണ്. ഒരു വീട്ടിലേക്ക് ചെന്നാലും ഗൃഹനാഥനിൽ നിന്ന് കുടുംബക്കാര്, മക്കൾ, അയൽവാസികൾ എല്ലാവരും ആസ്വദിക്കേണ്ടത് വശ്യമനോഹരമായ പെരുമാറ്റം. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, എപ്പോഴും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓർക്കുന്ന ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്. എപ്പോഴും മഹദി അത് പറയും. എത്ര വട്ടമാണ് ആവർത്തിച്ചു പറഞ്ഞത് എന്ന് പറയാൻ കഴിയില്ല, അത്രയും അധികം പറഞ്ഞിട്ടുണ്ട്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്ദരമായ പെരുമാറ്റത്തെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അപ്പോഴേക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എടുത്തു പറയും. എന്താണ് ആ സംഭവം? എന്റെ രക്ഷിതാക്കളോട് പറയട്ടെ, കൂട്ടുകാരോട് പറയട്ടെ, നമുക്കത് പാഠമാകണം, ജീവിതത്തിൽ അത് സ്വീകരിക്കണം. കഥ മാത്രം മനസ്സിൽ ചുരുണ്ടുകൂടിയാൽ പോരാ, ആ കഥയുടെ ആവർത്തിക്കപ്പെടുന്ന ആവർത്തനത്തിന്റെ പതിപ്പുകളായി നമ്മൾ മാറണം. ആ രൂപത്തിൽ നമ്മളത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു ദിവസം സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് അവിടുത്തെ അടിമയുടെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പലഹാരം കൊടുത്തയച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. പലഹാരവുമായി അടിമ വന്നപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടുക്കളയിൽ നിന്ന് വന്നു. ആ അടിമയോട് ചോദിച്ചു, എന്താണിത്? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നയച്ച പലഹാരമാണ്. ആരാ തന്നത്? സഫിയ ബീവി റളിയല്ലാഹു അൻഹ തന്നതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടിമയുടെ കൈക്കൊരു തട്ട് കൊടുത്തു. പാത്രം നിലത്ത് വീണ് ഉടഞ്ഞു. അതിലുള്ള പലഹാരങ്ങൾ ചിന്നി ചിതറി പല ഭാഗത്തേക്കും പോയി. പരിഭ്രമത്തോടെ ആ അടിമ നോക്കുന്നത് രണ്ട് മുഖങ്ങളിലേക്കാണ്. അപ്പുറത്തിരിക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും ഇത് വന്ന് കയ്യിൽ നിന്ന് തട്ടിപ്പോയ ആയിഷ റളിയല്ലാഹു അൻഹയിലേക്കും നോക്കുമ്പോ നമ്മളൊന്ന് വിലയിരുത്തണം. വീട്ടിലേക്ക് ചിന്തിക്കൂ. വീട് പലപ്പോഴും യുദ്ധക്കളമാകുന്ന രംഗങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, കുടുംബക്കാരൻ വന്നു എന്നുള്ളത് അയൽവാസികളൊക്കെ അറിയുന്നത് ശബ്ദകോശം കൊണ്ടാണ്. എന്തെങ്കിലും ശബ്ദമയമായിട്ടുണ്ടോ? ആള് വന്നിട്ടുണ്ട്, ഇനി നമുക്ക് ഉറങ്ങാം. ഇതുവരെ വീട്ടുകാരൻ എത്തിയിട്ടില്ല എന്ന രീതിയിൽ അയൽവാസി ഇങ്ങനെ കാതോർക്കുകയായിരുന്നു. ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മൊബൈലിന്റെ ശബ്ദം കൊണ്ട് മനസ്സിലായതല്ല, കോളിംഗ് ബെല്ല് കൊണ്ട് മനസ്സിലായതല്ല, കാറ് വന്ന് നിർത്തിയത് കൊണ്ടും മനസ്സിലായതല്ല. അതിനേക്കാളും പരുപരുത്തൻ ശബ്ദകോശങ്ങൾ, അതേ വിസ്ഫോടനങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുകയാണ്. അതോ 100% കുറ്റപ്പെടുത്തലുകളാണ്, അല്ലെങ്കിൽ വഴക്ക് വിളമ്പലാണ്, അല്ലെങ്കിലോ വിഴുപ്പലക്കലാണ്, ആവശ്യമില്ലാത്ത ചൊറിച്ചിലാണ്. അത് അയൽവാസി ഒരാള് വന്നിട്ടുണ്ട്, ഇനി നമുക്ക് ഉറങ്ങാം, സമാധാനായി. ഇതുവരെ അവിടെ ആരും എത്തിയിട്ടില്ല എന്നാ കരുതിയത്. അപ്പൊ ആളെത്തിയിട്ടുണ്ട്. അപ്പൊ കുട്ടികൾ ചോദിക്കും, ഉമ്മ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? അതാ മോനെ, ഒച്ചപ്പാട് കേൾക്കുന്നുണ്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ എത്ര ശബ്ദം ഉണ്ടാകണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സംവിധാനിച്ച് കൊടുത്തയച്ച പലഹാരം അത് മറ്റാർക്കും കൊടുത്തയക്കും പോലെയല്ല.
കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സഫിയ ബീവി ഉണ്ടാക്കി കൊടുത്തയക്കുന്നതാണ്. അത് ഏറ്റവും മേത്തരം വസ്തുവായിരിക്കും, നല്ല സൂക്ഷ്മമായ ഭക്ഷണമായിരിക്കും, അതും വളരെ ശ്രദ്ധിച്ച് പണിപ്പെട്ടുണ്ടാക്കിയ പലഹാരമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തട്ടം കൊടുത്തു. ഈ അടിമ പേടിച്ചുപോയി, അടിമ പരിഭ്രമത്തോടെ നോക്കുകയാണ്. ഇരുമുഖങ്ങളിലേക്കും നോക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അവിടുന്ന് പ്രതിവചിക്കുന്നത്, മറുപടി പറയുന്നത്, ഗാറത്തു ഉമ്മുക്കും, അടിമയെ ആശ്വസിപ്പിക്കുന്നു, വിഷമിക്കണ്ട, നിങ്ങളെ ഉമ്മാക്ക് അല്പം കലികേറിപ്പോയതാണ്. ഗാറത്തു ഉമ്മുക്കും, അവിടെയും നോക്ക് നിങ്ങൾ ഭാഷയുടെ സൗന്ദര്യം, ഭാഷയുടെ സൗന്ദര്യം നോക്ക്. ആയിഷ റളിയല്ലാഹു അൻഹയെ ബഹുമാനിച്ചുകൊണ്ടാ പറയുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിമർശിക്കുന്നില്ല. ഈ കൊണ്ടുവന്ന വസ്തുക്കളുടെ വില പറഞ്ഞിട്ട് അവിടെ ശബ്ദഘോഷം ഉണ്ടാക്കുന്നില്ല. ഇനി കൂടുതൽ ഒരു മുതൽ മുടക്കുണ്ടാകുന്നുണ്ട്, പ്ലേറ്റ് പുതിയതൊന്ന് കൊടുക്കണം, അതിന് കമ്പനിയുടെ വില പറയുന്നില്ല. ആ വസ്തുക്കൾ മുഴുവനും ഉപയോഗശൂന്യമായിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ചിന്നിച്ചിതറും പോലെയല്ല. മാർബിൾ ഒട്ടിച്ച ഗ്രാനൈറ്റ് ഇട്ട വീട്ടിൽ ചിന്നിച്ചിതറിയാൽ അതൊന്ന് എടുത്തിട്ട് ചെറിയ രൂപത്തിലൊന്ന് ചിലപ്പോ തട്ടേണ്ടി വരും, അല്ലെങ്കിൽ തട്ടേണ്ടി വരില്ല, ഒന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭവനം അടിയിൽ മുസൈക്കിട്ടതല്ല, കാവി പുജച്ചതല്ല, സാദാ കളിമണ്ണാണ്. ആ കളിമണ്ണൊന്ന് ഉറപ്പിച്ചു നിർത്തിയതാണ്. ആ നിലത്തല്ലേ ഇത് വീഴുന്നത്. എല്ലാ ഭാഗത്തേക്കും തെറിക്കുമ്പോൾ അതിൽ ചളിയാവുകയല്ലേ, മണ്ണും മണ്ണലും അതിലേക്ക് പെട്ടെന്ന് പിടിക്കുകയല്ലേ. തങ്ങളുടെ പ്രതികരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ അത്ഭുതപ്പെടുത്തിപ്പോയി. ഒരു സാധാ ഭർത്താവിൽ നിന്ന് ഇങ്ങനെയാണോ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? അല്ല, എത്രമാത്രം കയർക്കും. തങ്ങൾ പുഞ്ചിരിക്കുകയാണ്. അവിടെ ആ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ തരുണീമണിയുടെ സഹധർമ്മിണിയുടെ മനസ്സുപോലും പിടിച്ചുലക്കിയത് ഈ സുന്ദരമായ മറുപടിയാണ്. ഉമ്മുക്കും, നിങ്ങളെ ഉമ്മാക്ക് അല്പം കലികേറിപ്പോയി, പേടിക്കണ്ട. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ പെറുക്കിയെടുക്കുകയാണ്. നമ്മളാണെങ്കിലോ 2 വാണിംഗ് കൊടുത്ത് ഒറ്റ പോക്കാം. ഞാൻ വരുമ്പോഴേക്കും ഒക്കെ ക്ലീൻ ആകണം, ഇല്ലെങ്കിൽ ചിലപ്പോ കുറച്ച് മൂർച്ച കൂടിയതാണെങ്കിൽ അതിന്റെ കൂടെ ചേർത്ത് തൊലാക്കും പറയും. തൊലാക്ക് ഒരു കളിപ്പാവല്ലേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ദേഷ്യം പിടിക്കുമ്പോഴേക്ക് പെട്ടെന്ന് അങ്ങോട്ട് വാരി വിതറുന്ന ഒന്നാണ്. അതൊക്കെ പെരുമാറ്റത്തിന്റെ എത്രമാത്രം വലിയ ദൂഷ്യതയാണ്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴേക്ക് പറയാനുള്ളതല്ലല്ലോ അത്. തിരിച്ചും സഹോദരിമാർക്ക് പറയാനുണ്ട്, അവർക്ക് ഇങ്ങോട്ട് തിരിച്ചും പറയാനുണ്ട്. നമ്മൾ അങ്ങോട്ട് ത്വലാഖ് പറയുന്നതിന് മുമ്പ് പറയാനുണ്ട്. കുറച്ചൊക്കെ അത്യാവശ്യം സാമ്പത്തിക ശേഷിക്കുള്ള പെണ്ണാണെങ്കിലും കുറച്ചെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തരാം, ഞങ്ങളൊന്ന് മാറി നിൽക്കോ, ഒന്ന് മാറി ജീവിക്കാനാണ്. ഫുൽ എന്ന് പറയുന്ന ഒരു മാർഗല്ലേ, പൊറുതികേട് വന്നാൽ അങ്ങനെ ഒരു മാർഗല്ലേ ഇസ്ലാമിലുണ്ട്. പക്ഷേ അവര് നല്ല സ്നേഹമുള്ളവരായതുകൊണ്ട് അതൊന്നും നമ്മളെ പോലെ പെട്ടെന്ന് ചാടി പറയൂല. അങ്ങനെ എത്ര കുടുങ്ങുന്ന ആളുകളുണ്ട്. അവരൊന്നൊന്നല്ല 3 പറഞ്ഞത്. ഇനി ഒരു മേൽവിലാസം പുതിയത് സൃഷ്ടിക്കണമെങ്കിൽ എത്ര വലിയ അദാബാണ്. അത് ഈ സ്വഭാവത്തിന്റെ ദൂഷ്യത കൊണ്ടാണ്. എന്തിനാണ് ഇങ്ങനെ സംഭവിച്ചത്? നിസ്സാരമായൊരു പ്രശ്നത്തിലുള്ള പ്രതികരണത്തിന്റെ പേരിൽ. നമ്മൾ ശരിക്കും ആലോചിക്കണം, മനസ്സ് തുറന്ന് നമ്മൾ മനസ്സിലാക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ശറഫാക്കപ്പെട്ട കൈയിലേക്ക് പലഹാരത്തിന്റെ ചിന്നിച്ചിതറിയ കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് പുറത്ത് വേസ്റ്റിടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി തങ്ങളത് ഒഴിവാക്കുമ്പോ വിളിക്കുന്ന വിളിയാ ആയിഷൂ, സൗന്ദര്യത്തിന്റെ വിളിയാണ്. ഏ പെണ്ണെ നല്ല വിളിക്കുന്നത്. ആയിഷ ബീവിക്ക് ആ വിളി കേൾക്കുമ്പോൾ വല്ലാത്ത ഇഷ്ടമാണ്. പേര് ഒന്ന് സ്നേഹത്തിന് വേണ്ടി തസ്ഗീറാക്കി വിളിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിലുണ്ട്.
4 അക്ഷരമുള്ള പേരാണെങ്കിൽ ഒരക്ഷരമോ 2 അക്ഷരമോ കളഞ്ഞിട്ട് വിളിക്കും. ഒന്നുകിൽ തർഹീമാക്കി വിളിക്കും, അല്ലെങ്കിൽ തസ്ഗീറാക്കി വിളിക്കും. ഇത് സ്നേഹത്തിന്റെ ഒരു ഭാഷയാണ്. ഇത്തരത്തിലൊരു സന്ദർഭത്തിൽ അവിടുന്ന് വിളിക്കുന്നത് യാ ആയിഷൂ, ഓ ആയിഷൂ. പ്ലേറ്റ് നമ്മളുടേതല്ലല്ലോ, അത് അവിടുന്ന് വായ്പ കൊണ്ടുവന്നതല്ലേ. പകരം ഒരു നല്ല പാത്രം എടുത്തു കൊടുക്കൂ. ഒരു ചെറിയ ദേഷ്യത്തിന്റെ ഒരു കണിക പോലും ഇല്ല. നമ്മളിങ്ങനെ ചിന്തിക്കാണ്, ഉസ്താദെ അങ്ങനൊക്കെ ആകാൻ കഴിയോ? ശ്രമിക്കണം, അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ശ്രമിച്ചാൽ നടക്കും. കാരണം നമ്മളെ പകർത്തുന്ന ഒരു വിഭാഗം അപ്പുറത്തും ഇപ്പുറത്തുണ്ട് എന്നുള്ള നല്ല ചിന്ത വേണം. അവരെന്താ പകർത്തുന്നത്? ഓ, ഒരു ബാപ്പയായാൽ ഇങ്ങനെയൊക്കെ ചൂടാകണം, ഒരു ബാപ്പയായാൽ ഇങ്ങനെയൊക്കെ അനാവശ്യം പറയണം, ഒരു ജ്യേഷ്ഠനായാൽ ഇങ്ങനൊക്കെ പറയണം, ഒരു ഉമ്മയായാൽ ഇങ്ങനൊക്കെ പറയണം. ഇത് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലേക്ക് കയറ്റുന്ന നമ്മുടെ മക്കളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, 2 വയസ്സ് പ്രായമായവർ. പുറത്തുനിന്നൊരാള് വന്നിട്ട് നമ്മുടെ കുട്ടിയെ പതുക്കെയൊന്ന് തോണ്ടി, വേദനിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ആ കുട്ടിക്കത് തൃപ്തിയാകാതിരുന്നപ്പോൾ ഈ വന്ന് തോണ്ടിയ ആളെ കുട്ടി വിളിക്കുന്നത് പോത്തേന്നാണ്. പോത്തേന്ന് വിളിക്കുമ്പോ അയാള് അന്തം വിട്ടു പോകാണ്. നഊദു ബില്ലാഹ്. 2 വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ. ഈ കുട്ടി ഈ വീട് വിട്ടൊരു കലാലയത്തിലേക്കും പോയിട്ടില്ല. ആ കുട്ടിക്ക് ആദ്യമായി അദബിന്റെ ശീലുകൾ മുഴുവനും പകർന്നു കൊടുക്കേണ്ട കലാലയം സ്വന്തം വീടാണ്. ഈ വീട് വിട്ട് ഈ കുട്ടി പുറത്തു പോയില്ലല്ലോ. ബാപ്പയോട് ചോദിക്കുന്നു, നിങ്ങളെ മകൻ എത്ര വയസ്സായി? ഈ കുട്ടിക്കോ 2 വയസ്സായി. ആ, ഇവനാളുഷാറാ. എന്തുഷാറ്? നിങ്ങൾ എന്തുഷാറ് എന്നാ പറഞ്ഞത്? ഞാൻ പതുക്കെ അവനൊന്ന് തോണ്ടിയപ്പോ സ്നേഹത്തോടെ അവൻ എന്നെ വിളിച്ചു പോത്തേന്ന്. അപ്പൊ പിന്നെ വാപ്പ കുട്ടിയോട് ചോദിക്കാണ്, അല്ല പോത്തെ നീ അങ്ങനെ വിളിച്ചോ? അപ്പൊ അയാൾക്ക് മനസ്സിലായി കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ബാപ്പ തന്നെ ഇപ്പൊ കുട്ടിയെ സംബോധന ചെയ്തത് പോത്തേന്നല്ലേ. ഇതല്ലേ ആ കുട്ടി പഠിച്ചത്. ഇനി എന്ത് പറയാനാണ്? ഇനി ആ കുട്ടിയെ ഒന്നും പറയാനില്ല. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇങ്ങനെയാ നമ്മുടെ അവസ്ഥ. ഇതങ്ങനെ അവർ പകർത്തുകയാണ്. ഇത് സ്വകാര്യമായി ഒന്ന് പതുക്കെ തോളിലൊക്കെ ഒന്ന് കൈയിട്ട് സ്നേഹത്തോടെ അണച്ചുകൂട്ടി ചോദിച്ചാ പറയും, അതങ്ങനെ കേട്ടതാണ്, അത് അവിടുന്ന് കേട്ടതാ, ബഹുമാനത്തോടെ കേട്ടതാണ്. ആരിൽ നിന്ന്? അത് ഉപ്പൂപ്പയിൽ നിന്ന് കേട്ടതാണ്, ഉമ്മാമയിൽ നിന്ന് കേട്ടതാ, ഉമ്മയിൽ നിന്ന് കേട്ടതാണ്, സഹോദരിയിൽ നിന്ന് കേട്ടതാണ്, ഇത്താത്ത പറഞ്ഞതാണ്, പകർത്തി. അതുകൊണ്ടാ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളെ പിന്നാലെ പിന്തുടർന്ന് ജീവിക്കുന്ന സൂക്ഷ്മശാലികളായ ഭാര്യസന്തതികൾ, അവർക്ക് ഞങ്ങളെ മാതൃകായോഗ്യരാക്കി തരണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. മുത്തഖീങ്ങൾ ആരാന്നറിയോ? നമ്മൾ ശരിക്ക് ഭക്ഷണം കൊടുത്ത് നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് നല്ല ശിക്ഷണങ്ങൾ നൽകി സ്നേഹങ്ങൾ നൽകി സംവിധാനിച്ച് നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ ഉമ്മമാര്, നമ്മുടെ പെങ്ങന്മാര്, നമ്മുടെ സഹധർമ്മിണികൾ, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ, പേരമക്കൾ, അവർക്ക് ലിൽ മുത്തഖീന ഇമാമാ. എന്നിൽ നിന്ന് എന്റെ കുട്ടി സൽസ്വഭാവം പഠിക്കണം, എന്നിൽ നിന്ന് എന്റെ കുട്ടി ജീവിതത്തിന്റെ അവസാനം വരെ മാതൃക പഠിക്കണം. എന്റെ ബാപ്പ എന്നോട് ഉപദേശിച്ചത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ആ സ്വഭാവം ഞാൻ ഒരു നിലക്കും ഒഴിവാക്കൂല. കാരണം അത് ഏറ്റവും നല്ല സ്വഭാവമാണ്. എന്റെ ഉമ്മ എന്നോട് ഉപദേശിച്ചത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ആ സൽ സ്വഭാവം ഞാൻ കൈവിടിയുകയില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, നിങ്ങളെത്ര തന്നാലും ശരി, നിങ്ങളെത്ര സ്വാധീനിച്ചാലും ശരി, ഇങ്ങനെ പറഞ്ഞ് ഭർത്താവിന്റെ സ്വഭാവം മാറ്റുന്ന പെൺകുട്ടികളില്ലേ, ഭാര്യയുടെ സ്വഭാവം മാറ്റുന്ന ഭർത്താക്കന്മാരില്ലേ? എന്തേ കാരണം? അത് ബാപ്പയിൽ നിന്ന്, ഉമ്മയിൽ നിന്ന് പകർന്നെടുത്ത സ്വഭാവമാണ്. അതാണ് സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്. അതിന്റെ ഒരു കുറവാണ് എവിടെയും കാണുന്നത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശ്യമായ പെരുമാറ്റത്തിലൂടെ സ്വഹാബത്തിന്റെ ദേഷ്യം തണുപ്പിച്ചു.
പ്രതികരണങ്ങൾക്കുള്ള ഏറ്റവും നല്ല ത്വരയുണ്ടായിരുന്നു അവരിൽ. നല്ല പ്രതികരിക്കാനും പ്രതിയോഗികളെ വേണ്ടതുപോലെ പാഠം പഠിപ്പിക്കാനും അവർക്ക് നല്ല കഴിവുണ്ടായിരുന്നു. പക്ഷേ ഒരു മാന്യതയ്ക്ക് നിരക്കാത്ത ഒരു വാക്ക് പോലും പറയാൻ അവിടുന്ന് സമ്മതിച്ചിട്ടില്ല.